ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം നിഫി മിസ് എത്തിയിരിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന മണി ആൻഡ് എക്കണോമി എന്നൊരു ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്റർ ഇങ്ങനെ നമ്മൾ ബാങ്കുകളെ കുറിച്ച് പറയുന്നു. നമ്മൾ ബാങ്കിൽ പോകുന്നു, ബാങ്കിലൊക്കെ ഇടപാടുകളൊക്കെ നടത്തുന്നു. നമ്മളിപ്പോൾ വലിയ ബിസിനസ് ആളുകളൊക്കെ ആയി ബാങ്കുമായിട്ട് ഇൻട്രാക്ഷൻസിലേക്കൊക്കെ എത്തി. അപ്പോൾ പറയാം, നമ്മളിപ്പം ഇങ്ങനൊരു ക്യാഷ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്യാഷ് വെച്ച്. ആ ഒരു മണിയായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ നമ്മുടെ ഹൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കാറുണ്ട്, ഈ ക്യാഷും മണിയൊക്കെ നമ്മുടെ കയ്യിൽ എങ്ങനെ എത്തുന്നു, നമുക്ക് എവിടുന്ന് കിട്ടുന്നു, എപ്പോഴും ഇങ്ങനെ ക്യാഷ് തന്നോണ്ടിരുന്നാൽ മതിയോ? അത് നമ്മുടെ ഒരു വലിയൊരു ഡൗട്ടാണ്. എപ്പോഴും നമ്മുടെ ഈ ക്യാഷ് കാണാറില്ല, ചിലപ്പോൾ വരും, ചിലപ്പോൾ വരത്തില്ല. അപ്പൊ നമ്മൾ ആലോചിക്കാറുണ്ട്, ഈ ക്യാഷുകൾ എങ്ങനെ വരുന്നു, എങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു. അതിൻ്റെതായ നമ്മുടെ കണക്കുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും എവിടെ നിന്നാണ് വരുന്നത്? അത് നമ്മൾ പറഞ്ഞു, RBI നിന്നാണ് വരുന്നത്. അപ്പം ഈ RBI എല്ലാ ക്യാഷും അങ്ങ് ഇറക്കുമോ? അത് നമ്മുടെ ഒരു ഡൗട്ടാണ്. അപ്പം എല്ലാ ക്യാഷും ഇങ്ങനെ മണി സപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ ആ ഒരു ഇറക്കുന്ന മണി സപ്ലൈ എന്താണ്? ഹൗ മണി ഈസ് സപ്ലൈഡ് ഇൻ ദ എക്കണോമി. മണി എങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത്? ആ ഒരു ക്രെഡിറ്റ് ഒക്കെ എങ്ങനെയാണ് നടത്തുന്നത്? വായ്പാ സിസ്റ്റം എങ്ങനെയാണ് എക്കണോമിയിൽ നടത്തുന്നത്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മണി സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എക്കണോമിയിൽ എത്രമാത്രം മണിയുടെ ഒരു നമ്മൾ പറഞ്ഞില്ലേ, എൻ്റെ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി, ആ ഒരു ഫോം പോലെയാണ്. അപ്പൊ ഈ ഒരു മണി സപ്ലൈ എത്രമാത്രം ഉണ്ടാവണം, എത്രമാത്രം പോകുന്നു. സപ്പോസ് നമ്മൾ ആലോചിക്കുക, മണി സപ്ലൈ RBI കൂടുതൽ ഇറക്കുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. മണി സപ്ലൈ കൂടുതലായിട്ട് ഒത്തിരി ഇങ്ങനെ സപ്ലൈ നടത്തുന്നു. പക്ഷെ കൂടുതൽ പൈസ കിട്ടുന്നു. ഇപ്പൊ നമ്മൾക്കാണെങ്കിലും കുറേ പൈസ കിട്ടുന്നു. നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമ്മൾ എപ്പോഴും അത് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. നമ്മൾ ചിലപ്പോൾ സേവ് ചെയ്യാം, ചിലപ്പോൾ സ്പെൻഡ് ചെയ്യാം. സേവിങ്ങിൽ തന്നെ നമ്മൾ പല രീതിയിൽ തന്നെ നമ്മൾ പല ഫോർമാറ്റും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള പല ഫോംസ് നമുക്ക് ചോയ്സ് ഉണ്ട് സേവിങ് കിട്ടുന്ന സപ്ലൈ. അപ്പോൾ ഗവൺമെന്റിന് അതിൻ്റെതായ ഒരു ഇതുണ്ട്. നമ്മൾ പറഞ്ഞു, എക്കണോമിക് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, ആ ഒരു സിസ്റ്റമാണ്. അപ്പൊ ആ ഒരു സിസ്റ്റം, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, ആ ഒരു സിസ്റ്റം പ്രോപ്പർലി നടക്കുന്നുണ്ടോ? എത്രമാത്രമാണ്, എങ്ങനെയാണ് നടക്കുന്നത്? ഈ മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പം ഈ ഒരു മണി സപ്ലൈ ഇപ്പോൾ പെട്ടെന്ന് കൂടുന്നു. RBI മണി സപ്ലൈ എക്കണോമിയിലേക്ക് റെഗുലേറ്റ് ചെയ്യുന്നത് കൂടുന്നു. അങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്ന കൂടുമ്പം ഈ പ്രൊഡക്ഷൻ എന്തായിരിക്കും? നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ കൂടുമോ? ഇല്ല. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും ഈ ഒരു സപ്ലൈ കൂടി എന്നും പറഞ്ഞുകൊണ്ട് പ്രൊഡക്ഷൻ കൂടണം എന്നില്ല. അപ്പം നമ്മളിപ്പോൾ അസ്യൂം ചെയ്യുന്നത് മണി സപ്ലൈ കൂടുന്നു, എന്നാൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അതിനോടനുസരിച്ച്, അതായത് ഇൻക്രീസ് ആയ മണി സപ്ലൈക്ക് അനുസരിച്ച്, അപ്പം ഈ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നില്ല. അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പം മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തു, എന്നാൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് കിട്ടുന്നില്ല. അപ്പം എന്തായിരിക്കും സംഭവിക്കുന്നത്? യെസ്, ഒരു ഹ്യൂജ് എമൗണ്ടിൽ വരുന്നു. എക്കണോമിയിൽ മണി സപ്ലൈ ഹ്യൂജ് എമൗണ്ടിൽ വരുന്നു. അപ്പം എന്തായിരിക്കും? പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നില്ല. സപ്പോസ് നമ്മളൊരു മാർക്കറ്റിൽ ചെല്ലുന്നു വിചാരിച്ചു. നമ്മുടെ കയ്യിൽ നമ്മളൊരു ബൈക്ക് വാങ്ങുന്നു. നമ്മൾ ബൈക്ക് വാങ്ങാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു 100 രൂപയാണെന്ന് വെച്ചു. ടോയ് കാർ മതി തൽക്കാലം നമുക്ക്. അപ്പം ആ ഒരു 100 രൂപ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ മാർക്കറ്റിൽ ചെല്ലുന്നു. എവിടെ ചെല്ലുന്നു? നമ്മൾ മാർക്കറ്റിലോട്ട് ചെല്ലുന്നു, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു എമൗണ്ടും വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളെ പോലെ തന്നെ ഞാൻ പറഞ്ഞു, മിസ് പറഞ്ഞത്, മണി സപ്ലൈ എല്ലാവരുടെയും കയ്യിലുണ്ട്, നന്നായിട്ട് RBI അത് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും കയ്യിൽ ഈ 100 രൂപ ഉണ്ട്. അപ്പം ഇതും കൊണ്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് അടുത്ത ആളെത്തുന്നു. ആര്? അസ്യൂം ചെയ്യാൻ നമുക്ക് വിചാരിക്കുന്നു, ഇപ്പം ആദർശ് എത്തുന്നു. ആദർശും മാർക്കറ്റിലേക്ക് എത്തുന്നു.
ഇതേ ഒരു 100 രൂപ ഉണ്ട്. ആദർശിൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? 100 രൂപയുണ്ട്. നമുക്ക് വിചാരിക്കാം ഇപ്പൊ മിഥുനും ഈ 100 രൂപ കൊണ്ട് ഒരു ബൈക്ക് വാങ്ങാനായിട്ട് ഈ മാർക്കറ്റിലേക്ക് എത്തുന്നു. അപ്പം നമ്മൾ 3 പേരും, മിസ്സുണ്ട്, ആദർശുണ്ട്, മിഥുനുണ്ട്. ഈ 3 പേരും എന്തിനാണ് വന്നത്? ഒരു ബൈക്ക് വാങ്ങാനായിട്ട്. ടോയ് വേണം. അപ്പൊ ആ ടോയ്ക്ക് വേണ്ടി 3 പേരും മാർക്കറ്റിലെത്തി. മാർക്കറ്റിലെത്തിയപ്പോഴാണ് നമ്മൾ കണ്ടത് മാർക്കറ്റിൽ ആകെ ഒരു ടോയ് കാറ് മാത്രമേ ഉള്ളൂ. കാറോ സ്കൂട്ടർ, ഒരു കാറ് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇത്തിരി അല്ലേ കാറ്, ശരിയല്ലേ? അപ്പം ഒരു കാറ് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്ര പേരുണ്ട്? 3 പേരാണ് നിൽക്കുന്നത്. കാർ ഒന്നേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് വാങ്ങാൻ പറ്റുമോ? അവിടെ ഒരു പ്രശ്നമാകത്തില്ലേ? ഇഷ്യൂ ആകത്തില്ലേ? ദാറ്റ് മീൻസ് മണി സപ്ലൈഡ് അനുസരിച്ച് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വരുന്നില്ല. അപ്പൊ എന്താണ് ഉണ്ടാവുന്നത്? യെസ്, എല്ലാവരുടെയും കയ്യിൽ മണിയുണ്ട്, എമൗണ്ട് ഉണ്ട്, ബട്ട് വി ഡോണ്ട് ഹാവ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതിനെയാണ്, ആ മണി കൂടുതലുള്ളതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്? പണപ്പെരുപ്പം. എന്താണ് പറയുന്നത്? പണപ്പെരുപ്പം. പണപ്പെരുപ്പം. പണപ്പെരുപ്പം എന്ന് പറയുന്നു. അപ്പം ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് ഇൻ ദ എമൗണ്ട് ഓഫ് മണി ഇൻ ദ എക്കണോമി. ഒന്നുകൂടി പറഞ്ഞേ. അത് പ്രൈസ് ലെവൽ. മണി നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്, പക്ഷെ ഗുഡ്സ് ആൻഡ് സർവീസ് കിട്ടുന്നില്ല. അതിനനുസരിച്ച് അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ, അപ്പം RBI ആണ് പിന്നീട് അതിലേക്ക് ഇടപെടേണ്ടത്. അപ്പം RBIയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, RBIക്ക് കുറേ ടെക്നിക്സ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. അതിലൊരു ഫങ്ഷനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഇൻഫ്ലേഷനെ എങ്ങനെ ചെയ്യുന്നു എന്നതാണ് RBIയുടെ മറ്റൊരു കണക്ക്. അപ്പം നമുക്കറിയാം, ഈ ഇൻഫ്ലേഷൻ ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ RBIക്ക് അതിൻ്റെതായ രീതിയിൽ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യാൻ വേണ്ടി RBI എന്താ ചെയ്യുന്നത്? RBI ആദ്യം തന്നെ ബാങ്ക് റേറ്റ് എന്ന് പറയും. എന്താണ്? RBIയുടെ ബാങ്ക് റേറ്റ് സിസ്റ്റം. അതായത് RBIയുടെ ഒരു ബാങ്ക് റേറ്റ് നമുക്കറിയാം. നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പം ഓരോ ബാങ്ക്, ഈവൻ കൊമേഴ്സ്യൽ ബാങ്കുകളായ നമ്മൾ പറഞ്ഞു പല ഫെഡറൽ ബാങ്കുകൾ, ആക്സിസ് ബാങ്കുകളും, ഇങ്ങനെയുള്ള എല്ലാ ബാങ്കുകൾക്കും അതിൻ്റെതായ ഒരു റേറ്റുകളും കാര്യമുണ്ട്. പലിശകൾ കൊടുക്കുന്നു. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അതേപോലെ തന്നെ RBIക്കും ഈ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ തന്നെ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഈ ബാങ്ക് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടത്തില്ല, RBIയിലായതുകൊണ്ട് ഇത് കൊമേഴ്സ്യൽ ബാങ്കുമായിട്ടുള്ള ബാങ്ക് റേറ്റ് ആണ്. ബാങ്ക് റേറ്റ് വേണം വെക്കുന്നത്. എന്താണ് ഈ RBI? അപ്പം ഇൻഫ്ലേഷൻ എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. ഇത് നമുക്ക് എത്ര കൂടി ഒന്ന് ഒരു ഗ്രാഫിക്കൽ ഫോമിലേക്ക് പോകാം. അപ്പം നമ്മൾ പറഞ്ഞു സപ്ലൈ ഓഫ് മണി. എന്താണ്? സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്യുന്നു. സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നില്ല. ഒരു ഇൻഡോ മാർക്കാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇൻക്രീസ് ചെയ്യാതെ ആകുമ്പോഴത്തേന് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്രീസസ് ഓർ റൈസസ്. കാരണം എന്താണ്? നമുക്ക് ഒരു പ്രോഡക്റ്റിനോടുള്ള ഡിമാൻഡുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രൊഡക്ഷൻ കുറവാണ്, നമ്മുടെ പൈസയുണ്ട്, പക്ഷെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റിനോടുള്ള ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞു കാറ്, ആ കാറിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും 3 പേർക്കും, ഇതിനും ആദർശിനും മിസ്സിനും ആ ഒരു പ്രോഡക്റ്റിനോട് ഡിമാൻഡ് കൂടുതലാണ്. അപ്പൊ തീർച്ചയായും സെല്ലേഴ്സ് എന്ത് ചെയ്യും? അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ആ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാ പ്രോഡക്റ്റിന്റെയും പ്രൈസ് എന്ത് ചെയ്യും? റൈസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് ഇൻഫ്ലേഷൻ എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ എന്ന സിറ്റുവേഷനെ നമുക്കറിയാം, കൺസ്യൂമേഴ്സ് ഇങ്ങനെ ഇൻഫ്ലേഷൻ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ നമുക്ക് കാൽക്കുലേഷൻ വേണം. കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ പോകണം. എന്നിരുന്നാൽ മാത്രമേ എത്രമാത്രം ഇൻഫ്ലേഷൻ കൂടുന്നു. നമ്മൾ എന്നും ന്യൂസിൽ കാണാറുണ്ട്, ഇത്ര ശതമാനം ഇൻഫ്ലേഷൻ കൂടി, ഇത്ര ശതമാനം കുറഞ്ഞു, അപ്പോൾ ഇത്ര RBI കൂടുന്നു, ഇൻഫ്ലേഷൻ പെട്ടെന്ന് വരുന്നു, അപ്പോൾ ഇൻഫ്ലേഷൻ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ന്യൂസുകളിൽ കേൾക്കാറുണ്ട്. ഇൻഫ്ലേഷൻ നോർമൽ എക്കണോമിയെ സംബന്ധിച്ച്
ഇൻഫ്ലേഷൻ ചെറിയ തോതിൽ നല്ലതാണ്, എന്നാൽ ഒത്തിരി വരാൻ പാടില്ല. അപ്പം അതിൻ്റെതായ ഒരു കൺട്രോളിങ് സിസ്റ്റം എപ്പോഴും RBI കയ്യിൽ ഉണ്ടാവും. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഹൗ ടു കാൽക്കുലേറ്റ് ദ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമാണ്. നമ്മൾ അതിനെ വിളിക്കുന്നതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഇൻഡെക്സ് ആണ് എത്രമാത്രം ഇൻഫ്ലേഷൻ ഏതൊക്കെ പ്രോഡക്റ്റ് ഓരോ കമ്മോഡിറ്റിയും തിരിച്ച് എത്രമാത്രം ഉണ്ട് എന്നറിയാൻ വേണ്ടിയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ചെയ്യുന്നത്. ഇത് എവിടെയാണ് പബ്ലിഷ് ചെയ്യുന്നത്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞു. ദാറ്റ് മീൻസ് അപ്പോൾ നമുക്ക് ആലോചിക്കാറുണ്ട്, ഒരു ഇൻഡെക്സ് ഇങ്ങനെ തയ്യാറാക്കുന്നു, ഇതെല്ലാം RBI ആണോ ചെയ്യുന്നത്? ഒരിക്കലല്ല. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്? പ്രിപ്പയർഡ് ബൈ. ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ NSO, ദാറ്റ് ഈസ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. എന്താണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇവരാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ദേ ആർ അവരെന്തിൻ്റെ അണ്ടറിലാണ്? അണ്ടർ MOSPI മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ഇതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇൻഫ്ലേഷൻ്റെ ചേഞ്ചസ് ഒരു റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. എല്ലാ കമ്മോഡിറ്റീസും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രിപ്പയർഡ് ബൈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. ഇത് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം നമ്മൾ ആലോചിച്ചു, ഇൻഫ്ലേഷൻ ഇങ്ങനെ കൂടുന്നു, അപ്പം എങ്ങനെയായിരിക്കും നമ്മുടെ പർച്ചേസിങ് പവർ വരുന്നത്? ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ പർച്ചേസിങ് പവർ എന്ത് ചെയ്യും? പർച്ചേസിങ് പവർ ഓഫ് മണി എന്താണ്? പർച്ചേസിങ് പവർ ഓഫ് മണി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്തു വരും. ദാറ്റ് മീൻസ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. അത് രണ്ടും ഇൻഫ്ലേഷൻ കൂടുമ്പോൾ നമ്മുടെ പർച്ചേസിങ് പവർ, നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു പവർ, ആ മണി വെച്ചിട്ട് എത്രമാത്രം കമ്മോഡിറ്റീസ് വാങ്ങാം, ആ ഒരു പവർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്തുകൊണ്ട് ഇരിക്കും. മിസ് പറഞ്ഞു RBI മണി സപ്ലൈ ചെയ്യുമ്പോൾ ഇൻഫ്ലേഷന് ചേഞ്ചസ് വരുന്നുണ്ട്, അത് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് റെഗുലർലി. അതിന് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്മൾ ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞു. NSO അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എല്ലാം നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ ആലോചിക്കും, ഈ RBI ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ മണി എങ്ങനെയാണ്? ജസ്റ്റ് മണി എന്നല്ല പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു സാലറി, ഒരു എമൗണ്ട് കിട്ടുമ്പോൾ നമ്മൾ പറയും 100 രൂപ ഇന്ന് പേന വാങ്ങാൻ വേണം, മറ്റൊരു 10 രൂപ നമുക്ക് വേണം വെച്ചാൽ ഒരു മിഠായി വാങ്ങണമെന്ന് പറയും. അപ്പം നമ്മളിങ്ങനെ ഓരോ മണിയും നമ്മളിങ്ങനെ സോർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെ പ്രിന്റ് ചെയ്യുന്ന ഇഷ്യൂ ചെയ്യുന്ന മണിക്കും RBIയും ഇങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് നോക്കാം. മിസ് പറഞ്ഞുതരാം. അതിന് 4 രീതിയിലാണ് മണിയെ വിളിക്കുന്നത്. എങ്ങനെയാണ്? 4 രീതിയിലാണ്. M1, M2, M3, M4. അതാണ് 4 മണി. ഈ 4 മണിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തെന്ന് നോക്കാം. M1 മണിയിൽ coins and currency notes by the public, not that public, and saving deposit in the commercial bank. സേവിങ് ഡെപ്പോസിറ്റ് എന്നാണ് പറഞ്ഞത്. 2 points ആണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? പബ്ലിക്കിൻ്റെയും സേവിങ് ഡെപ്പോസിറ്റ്സ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്. നമ്മൾ പല ഡെപ്പോസിറ്റും നോക്കി. സേവിങ് ഡെപ്പോസിറ്റ് എന്തൊക്കെയാണ്? നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്തോളൂ. ആരൊക്കെ പ്രീവിയസ് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, അതെല്ലാം നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ ഏതൊക്കെ ഡെപ്പോസിറ്റ് ആണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഞാൻ ചെക്ക് ചെയ്യും. അപ്പം നമ്മൾ പറഞ്ഞു കോയിൻസ് ആൻഡ് കറൻസി ഓഫ് പബ്ലിക്കിൻ്റെ നോക്കുന്നുണ്ട്, കൊമേഴ്സ്യൽ ബാങ്കുകളുടെ സേവിങ് ഡെപ്പോസിറ്റിലും എത്രമാത്രം ഉണ്ടെന്ന് ഈ M1 മണിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ M2 എന്താണ്?
M2 includes M1 plus saving deposits in the post office saving bank. നമുക്ക് എല്ലാവരുടെയും പേരൻസിനൊക്കെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാവും. അതേ പ്ലസ് M1 ആണ് M2 എന്ന് പറയുന്നത്. ഇനി M3 includes M1 plus നെറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ കൊമേഴ്സ്യൽ ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്കിലെ മറ്റൊരു ഡെപ്പോസിറ്റായ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്തില്? M3യില്. M3യിൽ അപ്പോൾ എന്തൊക്കെയാണ്? ദിസ് M1 പ്ലസ് നെറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ കൊമേഴ്സ്യൽ ബാങ്ക് ആണ് M3 നമുക്ക് കിട്ടുന്നത്. ഇനി M4 ഇൻക്ലൂഡ്സ് M3 പ്ലസ് ടോട്ടൽ ഡെപ്പോസിറ്റ് ഇൻ ദ പോസ്റ്റ് ഓഫീസ്. അത്രയും മതി. നമുക്ക് എക്സ്ക്ലൂഡിങ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റിലേക്ക് നമുക്ക് നോക്കണ്ട. നമുക്ക് ഈ ഒരു സിമ്പിൾ രീതിയിൽ തന്നെ നോക്കാം. M3 പ്ലസ് ടോട്ടൽ ഡെപ്പോസിറ്റ് ഇൻ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിലെ ഡെപ്പോസിറ്റ്സും M3യും കൂടി ആഡ് ചെയ്യുമ്പോൾ M3 എന്തൊക്കെയാണ്? M1 പ്ലസ് കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. അപ്പം എങ്ങനെയാണ് റിസർവ് ബാങ്ക് ഓരോ മണിയും കണക്കാക്കുന്നത്? M1, M2, M3, M4 ആണ്. M1ൽ എന്തൊക്കെയാണ്? പബ്ലിക്കിന്റെയും കൊമേഴ്സ്യൽ ബാങ്കിന്റെയും സേവിങ് ഡെപ്പോസിറ്റിലുള്ള കറൻസി ആൻഡ് കോയിൻസ് ആണ് M1ലുള്ള. ഇനി M2 എന്താണ്? M1 പ്ലസ് ഈ കറൻസിയും കോയിൻസും പ്ലസ് സേവിങ് ഡെപ്പോസിറ്റിന്റെ പോസ്റ്റ് ഓഫീസ് സേവിങ്. പോസ്റ്റ് ഓഫീസിലെ സേവിങ് അക്കൗണ്ടിലുള്ള എമൗണ്ടും നോക്കുന്നു. M3 എന്താണ്? M1 പ്ലസ് നെറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ കൊമേഴ്സ്യൽ ബാങ്ക്. M3 ഈസ് M1 plus net fixed deposit in commercial bank. M4 is equal to M3 plus total deposits in post office. M4ൽ എന്തൊക്കെയാണ്? ഈ M3യും പിന്നെ പോസ്റ്റ് ഓഫീസിലെ ടോട്ടൽ ഡെപ്പോസിറ്റ്സും ഉണ്ടാവും. ഇന്ന് തന്നെ നമുക്ക് ഈ ഒരു 4 ടൈപ്പ് ഓഫ് M1ഉം M2, M3, M4ഉം അല്ല ക്ലിയർ ആയിട്ട് തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്, അത് ഓർക്കാനും വേണ്ടിയാണ് മിസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഈ M1ഉം M2ഉം ഈ രണ്ട് മണിയെ ഇസ് കോൾഡ് നാരോ മണി. എന്താണ്? നാരോ മണി എന്ന് പറയുന്നു. അപ്പം എന്തായിരിക്കും M3 M4നെയും വിളിക്കുന്നത്? യെസ്, ദീസ് M3 ആൻഡ് M4 ആർ കോൾഡ് എന്താണ്? ബ്രോഡ് മണി. വാട്ട് ഈസ് കോൾഡ്? ബ്രോഡ് മണി. ഓക്കെ, നിങ്ങളോട് എന്തായാലും ചോദിക്കുന്നത് വാട്ട് ഈസ് M3 M4 എന്നായിരിക്കത്തില്ല. ഹൗ ക്യാൻ യു ഡിഫറൻഷിയേറ്റ് നാരോ മണി ആൻഡ് ബ്രോഡ് മണി എന്നായിരിക്കും. അപ്പം നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? M1ഉം M2ഉം M3 M4ഉം എന്താണെന്ന് ഈ ഇക്വേഷൻ അതേപോലെ തന്നെ എഴുതിയാൽ മതി. അപ്പം നിങ്ങൾക്ക് എന്തായാലും ആ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് പറയാനും പറ്റും, എഴുതാനും പറ്റും, മനസ്സിലാക്കാനും സിംപ്ലി ആയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നിങ്ങളത് വായിച്ചു നോക്കണം. മിസ് അത് അടുത്ത ദിവസം വരുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കും. ഓക്കെ, അപ്പം മണി എങ്ങനെയാണ് ബാങ്ക് കാണുന്നത്? M1ഉം M2, M3, M4 ഫോർമുലയിലാണ് കാണുന്നത്. അപ്പം നമുക്കറിയാം മണി ഈ ഫോമിലൊക്കെ കാണുന്നുണ്ട്. അപ്പം മണി നമ്മൾ ആദ്യം പറഞ്ഞു, മണി സപ്ലൈ ചെയ്യുന്നു. സപ്ലൈ ചെയ്യുമ്പോൾ സപ്ലൈയിൽ ചില ചേഞ്ചസ് ഉണ്ട്. ഇൻഫ്ലേഷൻ വരുന്നു. ആ ഇൻഫ്ലേഷന് വേണ്ടി ഡിറ്റക്ട് ചെയ്യാനും അതിനെ പ്രിപ്പയർ ചെയ്യുന്നു അതിന് ചാർട്ട് ആര്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. അതേപോലെ തന്നെ ഈ ക്രെഡിറ്റ് ഇങ്ങനെ വരുമ്പോൾ ഇൻഫ്ലേഷൻ വരും. എപ്പോഴും ഇങ്ങനെ ഇൻഫ്ലേഷൻ വന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ? എത്ര ജെല്ലിയാണ് ഇൻഫ്ലേഷന് നമ്മൾ ആ ഒരു പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ചാർട്ട്. എന്നിരുന്നാലും നമ്മളതൊന്ന് ശ്രദ്ധിക്കണം നന്നായിട്ട്. അപ്പം ഇൻഫ്ലേഷൻ ദാറ്റ് മീൻസ് ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ചില മെത്തേഡ്സും ഈ RBI ഉണ്ട്. നമ്മുടെ കയ്യിലാണെങ്കിലും ചില ഒരു അപകടം വരുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വാഹനത്തിൽ നമ്മളെല്ലാവരും ഓടിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ പേരൻസിനോ അല്ലെ കസിൻസിനോ ആർക്കെങ്കിലും ബന്ധുക്കൾക്കോ ആയിക്കോട്ടെ, ചിലപ്പം 2 വീലർ ആയിരിക്കും, അല്ലെ 4 വീലർ ഉണ്ടായിരിക്കും. ഏത് വീലർ ആണെങ്കിലും പോലും നമ്മളൊരു ഇൻഷുറൻസ് എടുത്ത് വെക്കത്തില്ലേ? എന്തിന്? അപകടം വരുന്നത് മാത്രമല്ല, ചെറിയൊരു പോറലുണ്ടായാലും മതി, നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടി ചെയ്യും. അപ്പം അതേപോലെ തന്നെ എന്താണ് വരുന്നേ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് RBI. ഇൻഫ്ലേഷൻ എങ്ങനെയാണ് കൂടുവോ കുറയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിനെ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യണം. ആ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിലേക്ക് പോകും. ക്വാളിറ്റേറ്റീവ് മെഷറും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് മെഷറും ഉണ്ട്. അപ്പം ഈ ഒരു 2 മെഷർമെന്റ് എന്ന് വെച്ചാൽ ഗണം ഉണ്ട്, ഗുണ മെഷർമെന്റ്. അപ്പൊ ഈ 2 മെഷർമെന്റ് ഒരു ഫസ്റ്റ് ഇതാണ് ക്വാളിറ്റേറ്റീവ്. നമുക്ക് നോക്കാം.
ക്വാളിറ്റേറ്റീവിൽ ആദ്യം പറയുന്നത് ചേഞ്ച് ഇൻ ബാങ്ക് റേറ്റ്. എന്താണ് ചേഞ്ച് ഇൻ ബാങ്ക് റേറ്റ്? ബാങ്ക് റേറ്റിലുണ്ടാവുന്ന ചേഞ്ചസ്. ബാങ്ക് റേറ്റ്, ബാങ്ക് റേറ്റ് എന്താണ്? ബാങ്ക് റേറ്റ് കേട്ടിട്ടുണ്ടോ? ചിലപ്പം ഒരു ജൂൺ മാസത്തിൽ 2025 നമ്മൾ കേട്ട് കാണും RBIയുടെ ബാങ്ക് റേറ്റ് 5.75 ആയെന്ന്. ഈ ഒരു 2025 റേറ്റ് അതാണ് RBI വെച്ചിരിക്കുന്നത്. അപ്പം ഈ ബാങ്ക് റേറ്റ് എന്താണ്? ബാങ്ക് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിന് നിശ്ചിതമായ ഒരു റേറ്റ് ഉണ്ട്. അത് കൊമേഴ്സ്യൽ ബാങ്കിന് എത്രമാത്രം റേറ്റോട് അത് റിവോൾവ് ചെയ്യണം, അത് ഇൻവോൾവ് ചെയ്യണം, അതായത് അതിനുള്ള ചേഞ്ചസ് നടത്തണം. കൊമേഴ്സ്യൽ ബാങ്ക് എത്രമാത്രം ഫങ്ഷനിങ് ആവണം അത് നിശ്ചയിക്കുന്നതാണ് ഈ RBI റേറ്റ് എന്ന് പറയുന്നത്. RBI റേറ്റ് ഇപ്പോൾ 10% ആണെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കിനോട് പറയും നിങ്ങൾ ഇത്ര ശതമാനത്തിലായിരിക്കും നിങ്ങൾക്ക് ലോണും കാര്യങ്ങളും എല്ലാം വരുന്നത്. നിങ്ങളുടെ ഡെപ്പോസിറ്റ് ആയാലും ഞങ്ങൾ സ്വീകരിക്കുകയും അല്ല ലോണിൽ ഇതാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. അപ്പം RBI പറയുന്നു ഇന്ന് ജൂണിൽ പറഞ്ഞു 5.75% ആയിരിക്കും എന്ന്. അപ്പം RBI എന്ത് ചെയ്തു? ബാങ്ക് റേറ്റ് ഇങ്ങനെ ആക്കുന്നു. അപ്പം എന്ത് ചെയ്യും? ഈ കൊമേഴ്സ്യൽ ബാങ്കുകൾ സപ്പോസ് ഇത് ബാങ്ക് റേറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. ആർക്ക്? RBIക്ക്. അങ്ങനെ ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഇൻഫ്ലേഷൻ അഥവാ ഈ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ബാങ്ക് റേറ്റ് RBI വിചാരിക്കുന്നു ഒന്ന് ഇൻക്രീസ് ചെയ്യാന്ന്. എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്യുമ്പോൾ കൊമേഴ്സ്യൽ ബാങ്കുകൾ എന്ത് ചെയ്യും? അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അവർ കൊടുക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എന്ത് ചെയ്യും? കുറയ്ക്കും. എന്ത് ചെയ്യും? അവരതങ്ങ് കുറയ്ക്കും. അങ്ങനെ കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, നമ്മളൊരു ബിസിനസ് മാൻ അല്ലെ ബിസിനസ് പേഴ്സൺ ആണെന്ന് വിചാരിച്ചു, വെദർ ഇറ്റ് ഈസ് സ്മോൾ ഓർ ലാർജ്, ചെറുതോ വലുതോ ആയ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇപ്പം ബാങ്കിൽ റേറ്റ് കുറവാണ്, ബാങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇത്ര ശതമാനമേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബാങ്കിലോട്ട് പോകും. നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇല്ല, നമ്മൾ കൊടുക്കുന്ന പണത്തിന് നമുക്ക് കുറച്ച് മൂല്യമേ കിട്ടുന്നുള്ളൂ എങ്കിൽ നമ്മൾ അതിലേക്ക് അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ബാങ്ക് റേറ്റ് കുറയുന്നു. ബാങ്കിൽ നമ്മൾ പണം നിക്ഷേപിച്ചിട്ട് നമുക്ക് വലിയ പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പം എന്ത് ചെയ്യുന്നു? കൊമേഴ്സ്യൽ ബാങ്ക് റേറ്റ് കുറയ്ക്കുന്നു. അപ്പം എന്ത് ചെയ്യും? ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം കുറയുന്നു. എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം കുറയുന്നു. അപ്പം ബിസിനസ്സസ് ഒന്നും പുതിയത് സ്റ്റാർട്ട് ചെയ്യത്തില്ല. എന്ത്? ബിസിനസ്സസ് ഒന്നും വലുതായിട്ട് ആക്റ്റീവ് ആവത്തില്ല. ബിസിനസ് കുറയുന്നു. അപ്പം എന്ത് ചെയ്യും? നമ്മൾ വലുതായിട്ട് ഡിമാൻഡ് ചെയ്യും? ഇല്ല, ആളുകൾ വലുതായിട്ട് ഡിമാൻഡും ചെയ്യത്തില്ല. ഗുഡ്സ് ആൻഡ് സർവീസ് ഡിമാൻഡ് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായും നമ്മളുള്ള പണം സേവ് ചെയ്ത് വെക്കും. കാരണം ബിസിനസ് ഒന്നും നടന്നില്ല, പ്രൊഡക്ഷൻ ഒന്നും ഇല്ല, പിന്നെന്തോ നമ്മൾ ഡിമാൻഡ് ചെയ്യാനാണ് മാർക്കറ്റിൽ ചെന്നിട്ട്. അപ്പം നമുക്ക് ഡിമാൻഡ് ചെയ്യുന്നത് കുറയുന്നു. ഡിമാൻഡ് കുറയുമ്പോൾ നമ്മൾ തീർച്ചയായും ഉള്ള എമൗണ്ട് സേവ് ചെയ്ത് വെക്കാൻ നിൽക്കും. അപ്പം ഇറ്റ് ഈസ് റാദർ ദാൻ സ്പെൻഡിങ് ആണ് പ്രയോജനം എന്ന് നമുക്ക് മനസ്സിലായി. സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടി നമുക്ക് നല്ലത് കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രോഡക്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കിന് നമുക്ക് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ സേവിങ് റേറ്റ് അവിടെ കൂടും. സേവിങ് റേറ്റ് കൂടുമ്പോൾ ഈ സൊസൈറ്റിയിൽ അഥവാ എക്കണോമിയിലുണ്ടായ മണി, എക്സസ് മണി അവിടെ കൺട്രോൾഡ് ആവുന്നു. ആരും എക്സ്പെൻഡിച്ചർ നടത്തുന്നില്ല, ആരും സ്പെൻഡ് ചെയ്യുന്നില്ല. സ്പെൻഡ് ചെയ്യുമ്പോൾ സൊസൈറ്റിയിൽ ഈ മണി ഇങ്ങനെ ഇല്ലാതാവുന്നു. ദാറ്റ് മീൻസ് അത് കുറഞ്ഞു വരുന്നു. എല്ലാവരും സൂക്ഷിക്കുന്നു. ഉള്ളതാണെങ്കിൽ ബാങ്ക് എടുക്കുകയും ചെയ്തു, റിസർവ് ബാങ്കിൻ്റെ കയ്യിലുള്ള. അപ്പം വലുതായിട്ട് ഈ സർക്കുലേഷൻ ഓഫ് മണി വലുതായിട്ടുണ്ടാവും. അപ്പം ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ RBIക്ക് സാധിക്കുന്നു. ഇനി നമ്മൾ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിലെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു ബാങ്ക് റേറ്റിന്റെ ചേഞ്ചസ് ആണ്. ഇനി സെക്കൻഡ് ആണ് റിസർവ് റേറ്റ്. എന്താണ് റിസർവ് റേറ്റ്? റിസർവ് റേറ്റ് കൊമേഴ്സ്യൽ ബാങ്കിനായാലും രണ്ട് രീതിയിലാണ് RBI കൊടുക്കുന്നത്. ഒന്ന് ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ടും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആയിട്ടും. അത് നിങ്ങൾക്കില്ല, പക്ഷെ എന്നാലും പറഞ്ഞതേ ഉള്ളൂ എന്തൊക്കെ റിസർവ് ഉണ്ടെന്ന്. ഓക്കെ, ക്യാഷ് റിസർവ് റേഷ്യോ മാത്രമേ ഉള്ളൂ, CRR എന്ന് പറയും. അപ്പം ഈ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര ഒരു എമൗണ്ട് മന്ത്ലി സാലറി ഉള്ള ആളെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എന്ത് ചെയ്യും? ആ സാലറി ഇപ്പം ഒരു ആദർശിൻ്റെ വീട്ടിലാണെന്ന് വിചാരിച്ചു.
ആദർശിന് ഒരു മന്ത്ലി സാലറി ഉണ്ട്. മന്ത്ലി എത്ര കിട്ടും? ഒരു 1000 ആക്കിക്കോ. 1000 എമൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ അതിൽ കുറച്ച് എന്ത് ചെയ്യും? ഡെയിലി എല്ലാ മാസവും എല്ലാ മന്ത്ലിയും ഒരു 100 രൂപ ആദർശ് സേവ് ചെയ്ത് വെക്കും. ആരാണ്? ആദർശ് സേവ് ചെയ്ത് വെച്ചേക്കും. ഉണ്ടാവും. എന്ത് വന്നാലും ഈ 100 രൂപ എടുത്ത് എക്സ്പെൻഡിച്ചർ നടത്തത്തില്ല. ബാക്കി ഉള്ള എമൗണ്ട് മാത്രമേ എക്സ്പെൻഡിച്ചർ നടത്തത്തുള്ളൂ. ലോൺ അടയ്ക്കണമെങ്കിൽ ലോൺ അടയ്ക്കൂ, പുതിയ വാഹനങ്ങൾ വാങ്ങണമെങ്കിൽ വാഹനങ്ങൾ വാങ്ങും, അതെല്ലാം ചെയ്യത്തുള്ളൂ. എപ്പോഴും ഈ 100 രൂപ ആദർശിന്റെ കയ്യിൽ ഉണ്ടാവും. അവന്റെ പോക്കറ്റിൽ എപ്പോഴും ആദർശിത വെച്ചേക്കും. അപ്പം ഇങ്ങനൊരു സിസ്റ്റമാണ് RBI കൊമേഴ്സ്യൽ ബാങ്കുകളോടും പറഞ്ഞിട്ടുണ്ട്. അറ്റ് എനി കോസ്റ്റ് നിങ്ങളുടെ കയ്യിലൊരു എമൗണ്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ എപ്പോഴും കാണുന്ന എമൗണ്ടിനെ ഇങ്ങനെ റിസർവ് ചെയ്ത് വെച്ചേക്കുവാണ്, ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഡാമിലൊക്കെ വെള്ളം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നില്ല. അറ്റ് എനി കോസ്റ്റ് ആ ഡാമിൽ ഇത്ര നേരം കുറയാതെ ആ ഒരു ലെവൽ ഓഫ് വാട്ടർ എപ്പോഴും ഉണ്ടായിരിക്കും. മഴ പെയ്യുമ്പോഴാണ് നമ്മൾ മുല്ലപ്പെരിയാറിൽ കാണുന്നത് 139 അടിയായി, 140 ആയി, 155 ആയി എന്നൊക്കെ കാണുന്നത്. എന്നിരുന്നാലും എപ്പോഴും ഡാമിൽ ഒരു എമൗണ്ട് ഓഫ് ലെവൽ ഉണ്ടാവും, വാട്ടർ ലെവൽ ഉണ്ടാവും, അതിൽ കുറയത്തില്ല. കാരണം ഗവൺമെന്റ് അങ്ങനെയാണ് ഒരു സിസ്റ്റം വെച്ചിരിക്കുന്നത്. എപ്പോഴും ആവശ്യം വരും, എമർജൻസി സിറ്റുവേഷൻ എപ്പോഴാണ്. അതുകൊണ്ടാണ് ഇവിടെ RBI എപ്പോഴും കൊമേഴ്സ്യൽ ബാങ്കുകളോട് പറയും, നിങ്ങൾ എപ്പോഴും ഒരു എമൗണ്ട് ഫിക്സഡ് ആക്കി വെച്ചേക്കണം, സൂക്ഷിച്ചു വെച്ചേക്കണം. ഒരിക്കലും അതെടുത്ത് യൂസ് ചെയ്യാൻ പാടില്ല, കഴിവതും പാടില്ല. അതിനെയാണ് ഈ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞത്. അത് റിസർവ് ചെയ്ത് വെച്ചിരിക്കും, വേറെ ഒരു യൂസിനും അത് പാടില്ല. അതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി തേർഡ് ക്വാളിറ്റേറ്റീവ് മെഷർ ആണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. മിസ് അതിലേക്ക് പറയാം, അത് പറഞ്ഞുതരാം. എന്താണ് ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്? നമുക്ക് എന്തെങ്കിലും സാധനം വിൽക്കണം അല്ലെ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റിൽ പോവും. നമ്മൾ എന്ത് ചെയ്യും? രാവിലെ തന്നെ മാർക്കറ്റിൽ പോവും. നമ്മൾ കണ്ടിട്ടുണ്ട് ഗ്രാമങ്ങളിലാണെങ്കിൽ പാല് സൊസൈറ്റിയിൽ കൊടുക്കാനായിട്ട് പശുവിനെ കറക്കുന്നു, എന്ത് ചെയ്യും? ഫാർമർ അതും കൊണ്ട് പോകുന്നു, സൊസൈറ്റിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പം അവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പിന്നീട് അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടുന്നു. അപ്പം എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ ഡയറക്റ്റ്ലി സൊസൈറ്റിയിൽ ചെന്ന് വാങ്ങുന്നവരും ഉണ്ട്, അല്ലെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിലായിരിക്കും വാങ്ങുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ചെന്ന് ഈ കോപ്പറേറ്റീവിൽ നിന്ന് മിൽക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഫാമറിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് വാങ്ങാം. അപ്പം എന്നിരുന്നാലും നമുക്ക് വിശ്വസ്തമായ അല്ലെ കുറച്ച് റേറ്റിൽ ആരാ തരുന്നത്? ഫാർമർ അല്ലേ? അല്ലേ കോപ്പറേറ്റീവിൽ ചെന്ന് നമ്മൾ മിൽക്ക് വാങ്ങുമ്പോഴത്തേനും ചിലപ്പോൾ അവരുടേതായ കുറച്ച് റേറ്റൊക്കെ കൂട്ടി വയ്ക്കും. അപ്പം നമ്മൾ എന്ത് വിചാരിക്കും? ഫാർമറിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ചെന്ന് വാങ്ങാമെന്ന്. അപ്പം ഫാർമറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്നു, നമ്മുടെ ഈ പാലുണ്ടെങ്കിൽ വാങ്ങുകയും എന്താണെന്ന് വെച്ച് നമ്മൾ ചെയ്യും. അപ്പം അതേപോലെ തന്നെയാണ് ഗവൺമെൻറ്റിന് കുറേ സെക്യൂരിറ്റീസ് ഉണ്ട്. സെക്യൂരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാകും, ഈ ടെറിഷറി ബില്ലെന്നൊക്കെ. അതിനെ T-bills എന്ന് പറയും. ഇറ്റ്സ് ഓൾ അബൌട്ട് 182 ഡേയ്സ് ഉണ്ടാവും, 91 ഡേയ്സ് ഉണ്ടാവും. ഈ ഡേയ്സിൻ്റെ ഒക്കെ ഒരു T-bills ആണ്. ഗവൺമെൻറ് സെക്യൂരിറ്റി സെക്യൂരിറ്റീസ് എന്ന് പറയും. ഈ സെക്യൂരിറ്റീസിനെയാണ് RBIയുടെ ഒരു ഇൻഫ്ലുവൻസോടുകൂടി ഇത് സെല്ല് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും ആ ഒരു മണിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, എത്രയാണോ മണി എക്സസ് ആണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം, അല്ലെ കുറവാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യാം. അപ്പം അങ്ങനെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനും സെല്ല് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിലെ സെക്കൻഡ് ടൈപ്പാണ് ക്വാണ്ടിറ്റേറ്റീവ് മെഷർ. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് മെഷർ? അതിലെ ഫസ്റ്റ് ഇതാണ് A എന്ന് നമുക്ക് കൊടുക്കാം. A ആണ് മാർജിൻ റിക്വയർമെൻറ്റ്. മാർജിൻ റിക്വയർമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RBIക്ക് ചില മാർജിൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ചില ഇത് കാര്യങ്ങൾ പാലിക്കണം, ഇത്ര എമൗണ്ട് ഉണ്ടാവണം, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പോകേണ്ടത്, അങ്ങനെ ഒരു മാർജിൻ റിക്വയർമെൻറ്റ്. അത് കഴിഞ്ഞ് നിങ്ങൾ ലോൺ കൊടുക്കാനും പാടില്ല, അത് കഴിഞ്ഞിട്ട് എമൗണ്ട് അക്സെപ്റ്റ് ചെയ്യാനും പാടില്ല. ഇങ്ങനെയുള്ള ഓരോ ഗൈഡൻസിനെയാണ് മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി B ക്വാണ്ടിറ്റേറ്റീവിലെ സെക്കൻഡ് ടൈപ്പാണ് മോറൽസ് അസോഷൻ. മോറൽസ് അസോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗൈഡൻസ്. എന്താണ്? ഗൈഡൻസ് ആണ്. എന്ത്?
RBI കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ചില ലീഗലി ബൗണ്ടഡ് ആയിരിക്കത്തില്ല, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷനിൽ ഇന്ന ആക്ട് പ്രകാരം ഇന്ന ഇത് ചെയ്യണം എന്നൊന്നും ഒരു ഇതുമില്ല. എന്നാലും ചില അഡ്വൈസസ് നമുക്കാണെങ്കിലും നമ്മുടെ ചില ഫ്രണ്ട്സൊക്കെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ നമുക്ക് ചില ഡയറക്ഷൻസ് അല്ല, അല്ലെ നമുക്ക് അഡ്വൈസ് ചെയ്യണം, എടാ നീ ഇങ്ങനെ ചെയ്താൽ സെറ്റ് ആവും, അല്ലെ നീ അങ്ങോട്ട് പോയാൽ ആ ഒരു ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഡിസിഷനാണ്, നിന്റെ ഫ്യൂച്ചർ ബെസ്റ്റ് ആയിരിക്കും, അല്ലെ ഇന്ന് നിനക്ക് ബെസ്റ്റ് ഡേ ആയിരിക്കും, നീ പോയിക്കോ എന്നൊക്കെ നമുക്കൊരു ഗൈഡൻസ് നൽകും. അതിനു വേണ്ടിയുള്ള ഒരു റൂളാണ് മോറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ ബാങ്കിന് ചില എമർജൻസി പാളിച്ചകളൊക്കെ വന്നു, അപ്പം എന്ത് ചെയ്യും, RBI നേരിട്ട് ഇടപെടത്തില്ല, അവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകും. അത് പക്ഷെ ലീഗലി ബൗണ്ട് ഒന്നുമില്ല, ലീഗൽ റൂൾസ് ഒന്നും അവിടെ ഇല്ല, അത് ചെയ്യണം. കൊമേഴ്സ്യൽ ബാങ്ക് നിർബന്ധമായും ആ അഡ്വൈസ് അല്ലെ ആ ഗൈഡൻസ് സ്വീകരിക്കണം എന്നൊരു നിർബന്ധമില്ല. നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയുന്ന എല്ലാ അഡ്വൈസും സ്വീകരിക്കുക ഇല്ല, നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്തിട്ടാണ് ശരിയാ അവൻ പറഞ്ഞത് കൊള്ളാം, എങ്കിൽ ഞാനത് ചൂസ് ചെയ്ത് നോക്കാം, എങ്ങനെ പോവും, അല്ലെ ഞാൻ അവൻ പറഞ്ഞ പോലെ ചെയ്യുന്ന ഞാൻ അങ്ങനെ ശരിയാവും. അപ്പോൾ അനലൈസ് ചെയ്യും, ബട്ട് നമുക്കൊരു ആശയം കിട്ടുന്നുണ്ട്. അതാണ് ഈ മോറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? 2 മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ക്വാളിറ്റേറ്റീവ് മെഷറും, സെക്കൻഡ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് മെഷറും. ക്വാളിറ്റേറ്റീവിൽ തന്നെ 3 മെത്തേഡ്സ് ആണ് ഉള്ളത്, ക്വാണ്ടിറ്റേറ്റീവിൽ 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. അടുത്ത മിസ് പറയാൻ പോകുന്നത് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ പറ്റിയാണ്. എന്താണ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ? എന്താണ് ഈ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ? അതെ, വായ്പ കൊടുക്കാനുള്ള അനുപാതത്തെ പറ്റിയാണ് പറയുന്നത്. ഈ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ നോക്കാം. ബാങ്ക്സ് ഡെപ്പോസിറ്റ് എന്താണ്? ബാങ്ക്സിന്റെ ഡെപ്പോസിറ്റ് യൂസ്ഡ് ഫോർ ലോൺസിന് വേണ്ടി ബാങ്കിന്റെ ഡെപ്പോസിറ്റിന്റെ എത്ര മാത്രമാണ് ലോൺസിന് പോകുന്നത് എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ CDR ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ ഇൻക്രീസ് ആണ് അല്ലെ ഹൈ ആണ് എന്നതിനർത്ഥം ബാങ്ക് ലോൺസിന് വേണ്ടി ലെൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ടും ഹൈ ആണെന്നാണ് അർത്ഥം. അപ്പം ബാങ്ക് എങ്ങനെയാണ് എത്രമാത്രം അവരുടെ ഡെപ്പോസിറ്റിൽ നിന്ന് ലെൻഡ് ഔട്ട് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എന്തായിരുന്നു മിസ് പറഞ്ഞേ? ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് എത്രമാത്രം ഉണ്ടാവുന്നു, എത്രമാത്രം ക്രെഡിറ്റഡ് ആവുന്നു എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ഡൗട്ടാണ്, നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഈ ക്രെഡിറ്റ് കിട്ടുന്നത്? നമ്മൾ എപ്പോഴും ബാങ്കിലാണോ പോകുന്നത്? അല്ല, ഞാൻ ബാങ്കിൽ എപ്പോഴും പോകാറില്ല. നമ്മളെല്ലാവരും ഇവിടുന്ന് നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് ചോദിക്കും, അല്ലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കും, നമ്മളിങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇനി മിസ് പറയാൻ പോകുന്നത് സോഴ്സസ് ഓഫ് ക്രെഡിറ്റ് ആണ്. ഈ ക്രെഡിറ്റ് കിട്ടുന്നതിൻ്റെ ഒരു ഉറവിടം ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡാണ് ഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ്. എന്താണ്? ഫോർമൽ സോഴ്സും ഉണ്ട്, ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റും ഉണ്ട്. ഏതൊക്കെയാണ്? ഫോർമൽ സോഴ്സും ഉണ്ട്, ഇൻഫോർമൽ സോഴ്സും ഉണ്ട്. ഫോർമൽ സോഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബാങ്ക്. വി ഹാവ് ഡിസ്കസ്ഡ്. യെസ്, ബാങ്കുകൾ, എല്ലാ ബാങ്കുകളും നമ്മൾ പറഞ്ഞു. ന്യൂജൻ ബാങ്ക് ഉണ്ട്. ഏതൊക്കെയാണ് ന്യൂജൻ ബാങ്ക്? എല്ലാവരും അത് കമൻറ്റ് ചെയ്ത്. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയണമല്ലോ. അപ്പം ബാങ്കുകളുണ്ട്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏതൊക്കെയാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? അതും കമൻറ്റ് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് അതും പറഞ്ഞു. മിസ്സിൻ്റെ പഴയ റെക്കോർഡ്സ് എല്ലാവരും അതൊന്ന് ചെന്ന് കണ്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യണം, ഓർമ്മയില്ലാത്തവർ. അപ്പം ബാങ്ക്സ് ഉണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പിന്നെ എന്താണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, ഈ കുടുംബശ്രീ യൂണിറ്റ് ഒക്കെ ആ ഒരു യൂണിറ്റിനെയാണ് പറയുന്നത്. പിന്നെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചെറിയ ചെറിയ മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇനി ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ഏതാണ്? ലോക്കൽ മണി ലെൻഡേഴ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അതർ മെത്തേഡ്സ്. നമുക്കറിയാം ലോക്കൽ മണി ലെൻഡേഴ്സ് കൂടുതലും റൂറൽ ഏരിയാസിലാണ് റെലവെൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട്സ്, നമ്മളാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുന്നു, അതിന് പ്രത്യേകിച്ച് റെക്കോർഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ലീഗലായിട്ട് ബൗണ്ടഡോ ഒന്നുമല്ല. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങുന്നു, 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ കൊടുക്കണമെന്നില്ല, ചാൻസ് കുറവാണ്, ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് വഞ്ചി ചെയ്യാം. റിലേറ്റീവ്സ്, പിന്നെ നമ്മൾ റിലേറ്റീവ്സിന് ചിലപ്പോൾ തിരിച്ചു കൊടുത്തെന്നിരിക്കും, അവരുടെ 4 ചീത്തവിളിയൊക്കെ കേട്ട് കഴിയുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് അതിന് പ്രത്യേകിച്ച് റൂൾസോ റെഗുലേഷനോ അല്ലെ ഒരു എഗ്രിമെൻറ്റോ ഒന്നുമില്ല. അതുകൊണ്ടാണ് അതിന് ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് സോഴ്സ് ഓഫ് ക്രെഡിറ്റ്?
ഇറ്റ് ഹാസ് ടു ടൈപ്സ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സോഴ്സസ് ഓഫ് ക്രെഡിറ്റ്. ഇൻഫോർമലി തന്നെ നമ്മൾ പറഞ്ഞു ബാങ്ക്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ഇൻഫോർമൽ ഗ്രൂപ്പിൽ ലോക്കൽ മണി ലെൻഡേഴ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആൻഡ് അതർ മെത്തേഡ്സ്. ഇതാണ് സോഴ്സസ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കിട്ടാനുള്ള ഒരു സോഴ്സസ്. ഇനി മിസ് പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു ക്രെഡിറ്റ് കിട്ടുന്നു, ക്രെഡിറ്റ് വരുന്നു, പോകുന്നു, മണി സപ്ലൈ ഉണ്ടാവുന്നു, സപ്ലൈയിൽ ചേഞ്ചസ് ഉണ്ടാവുന്നു, എല്ലാത്തിൻ്റെ ഇഫക്റ്റ് നമ്മൾ നോക്കി. എന്നിരുന്നാലും നമ്മുടെ ഒരു ഡൗട്ടാണ്, ഈ മണി ഇങ്ങനെ വരുന്നു, എല്ലാവരുടെയും കയ്യിൽ ഈ മണി ശരിക്കും പറഞ്ഞാൽ യൂസ് ആവുന്നുണ്ടോ? അല്ല എല്ലാവർക്കും ഈ ബാങ്കിനെ പറ്റിയൊക്കെ അറിയാമോ? ബിക്കോസ് ഓൾമോസ്റ്റ് റൂറൽ ഏരിയസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മണി ലെൻഡേഴ്സിൻ്റെ അടുത്തോ, നമ്മൾ പറഞ്ഞു ഇൻഫോർമൽ സോഴ്സായ മണി ലെൻഡേഴ്സിൻ്റെ അവിടെയോ, ഫ്രണ്ട്സിൻ്റെ അവിടെയോ, റിലേറ്റീവ്സിൻ്റെ അവിടെയൊക്കെയാണ് നമ്മൾ ക്രെഡിറ്റിന് വേണ്ടി ചെല്ലുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ആ ഒരു റൂറൽ ഏരിയസിൽ കൂടുതലാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഗവൺമെൻറ്റിന് തോന്നി എപ്പോഴും ഇങ്ങനെ മണി ലെൻഡേഴ്സിനെ നമ്മൾ ആശ്രയിച്ചിരുന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയാവണമെന്നില്ല. ബിക്കോസ് മണി ലെൻഡേഴ്സ് ഈ പറഞ്ഞ പോലെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. ചിലപ്പം അവർ നൽകുന്ന ഒരേ പ്രോഡക്റ്റിനോ കമ്മോഡിറ്റിയോ അല്ലെ നമുക്കറിയാം കൃഷി ഹാർവസ്റ്റിൻ്റെ ടൈമിന് വേണ്ടിയായിരിക്കും ചിലപ്പം, അല്ല ഫെർട്ടിലൈസർ വാങ്ങാൻ വേണ്ടിയായിരിക്കും ഒരു ഫാർമർ ഒരു മണി ലെൻഡറിനെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പം മണി ലെൻഡർ ഒരു ഫാർമറിൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ 10 രൂപയ്ക്കായിരിക്കും പലിശ നൽകുന്നത്, മറ്റൊരു ഫാർമറിൻ്റെ കയ്യിൽ നിന്ന് 20%. അപ്പം ഇങ്ങനെ ആ ഒരു റേറ്റിൽ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അവിടെ നടക്കുന്നില്ല. എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ? അതായത് ഒരു ഇക്വാലിറ്റി അല്ല അവിടെ നടക്കുന്നത്. ഫിനാൻഷ്യലിനെ പറ്റി ഒരു നോളജോ അവിടുത്തെ ആ ഫാർമേഴ്സിനുള്ള റൂറൽ ഏരിയാസിലെ ആളുകൾക്ക് അറിയത്തില്ല. അങ്ങനെ അവർക്കിടയിൽ ദാറ്റ് മീൻസ് ലോ ഇൻകം ഒരു റൂറൽ ഏരിയയിൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസാക്ഷൻ എന്താണ്, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, ഇതൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞൊരു ഇനിഷ്യേറ്റീവ് വന്നത്. അപ്പം എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ? എല്ലാവരും ഉൾപ്പെടുത്തണം. എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ? എല്ലാവരും ഉൾപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു പദ്ധതി, എല്ലാവരും അതിലേക്ക് ഇൻവോൾവ്ഡ് ആവണം. വെദർ ഇറ്റ് ഈസ് മാർജിനലൈസ്ഡ് ഓർ ലോ ഇൻകം ഓർ ഹൈ ഇൻകം, വെദർ ഇറ്റ് ഈസ് ഹൈ ബിസിനസ്മാൻ ഓർ ലോ ബിസിനസ്മാൻ ഓർ ലെസ് ബിസിനസ്മാൻ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, everyone has to be involved in the financial system of the India or the economy. അവർ എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഫിനാൻഷ്യലിൽ ഇതിലൂടെ നോളജ് ഉണ്ടാവണം. അവർ അതിൻ്റെ ഒരു ലിറ്ററേച്ചർ, എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററേച്ചർ അവർക്കുണ്ടാവണം. എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററേച്ചർ അവർക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നൊരു പദ്ധതി കൊണ്ടുവന്നത്, ലിറ്ററേച്ചറിൽ കൊണ്ടുവന്നു. അപ്പം ഈ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് വന്നു. എന്താണ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്, നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് വന്നു. അപ്പോൾ വന്നപ്പോൾ എന്തായി സംഭവിച്ചത്? ബാങ്ക്സുകളുടെ ദേശസാൽക്കരിച്ചു. അങ്ങനെ വന്നപ്പോൾ പല പ്രൈവറ്റ് ബാങ്കുകൾ, അതായത് നാഷണലൈസ് ചെയ്തതിൻ്റെ പ്രധാന കാരണം പറയാം. ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു ബാങ്ക് ഉണ്ടെന്ന് വിചാരിച്ചു. എന്താണ് ഒരു ബാങ്ക് വന്നു, ഒരു പ്രൈവറ്റ് ബാങ്ക് വന്നെന്ന് വിചാരിച്ചു. ആ ബാങ്ക് നമ്മുടെ ഫാർമറായ ഗോപാലേട്ടന്, അദ്ദേഹത്തിനൊരു ട്രാക്ടറൊക്കെ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പ്രൈവറ്റ് ബാങ്കിനെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ട്രാക്ടർ നിങ്ങൾക്ക് 12% ലോണിൽ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു. ആ ഏരിയ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ദിവാകരേട്ടനും വിചാരിച്ചു ഞാനും ഒരു ട്രാക്ടറെങ്കിൽ വാങ്ങാം, എൻ്റെ ഫീൽഡിലും ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു, എളുപ്പമാവട്ടെ എന്ന് വിചാരിച്ചു അടുത്ത ബാങ്കിൽ ചെല്ലുന്നു. ഇതേത് ബാങ്കാണ്? നമുക്ക് എ എന്ന് കൊടുക്കാം. സപ്പോസ് എ എന്ന് കൊടുക്കാം. ഈ ബാങ്കിനെ നമ്മൾ ബി എന്ന് പറയുന്നു. ഈ ബാങ്കിൽ ചെന്നപ്പോൾ ദിവാകരേട്ടൻ എവിടെ ചെന്നു? ഈ ബാങ്കിൽ ചെന്നപ്പോൾ 8% ആ ട്രാക്ടറിന് ലോൺ തരാമെന്ന് പറഞ്ഞു. എന്താണ് ഒരു ബാങ്കിൽ ചെന്നപ്പം
12%-ലും മറ്റൊരു ബാങ്കിൽ അതേ പർപ്പസിന് ചെന്നപ്പോൾ 8%-ലുമാണെന്ന് പറഞ്ഞു. അപ്പം എന്താ വേണ്ടേ, ആ ഏരിയയിൽ തന്നെ ഈ ബാങ്കുകൾ 2 റേറ്റിൽ സെയിം പർപ്പസിന് കൊടുക്കുന്ന ഒരു ഇത് 2 റേറ്റിലാണ് വരുന്നത്. അപ്പോൾ ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ വരുന്നില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ പ്രൈവറ്റ് ബാങ്കുകൾ ഇങ്ങനെ പല റേറ്റുകൾ പാടില്ല എന്നുദ്ദേശിച്ചാണ് ഒരു നാഷണലൈസേഷൻ എന്നൊരു സിസ്റ്റം വന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ വരുന്നു, ഗവൺമെൻറ് കുറച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നു, അതിനനുസരിച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും പറയാൻ പാടുള്ളൂ, അല്ലെ കൊമേഴ്സ്യൽ ബാങ്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ പദ്ധതികളും പല സ്കീംസും, ലോൺസിൻ്റെ സ്കീമായാലും ചിലയിടത്ത് ട്രാക്ടേഴ്സ് ലോൺസ് എന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കും. എന്നാൽ നമ്മൾ ഒരു നാഷണലൈസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ട്രാക്ടേഴ്സ് എന്നായിരിക്കും, ചിലർ ഫെർട്ടിലൈസറിന് കൊടുക്കും, അല്ല പാർട്സ് ഓഫ് ട്രാക്ടേഴ്സ്, അങ്ങനെ പല ലോൺസും വരാൻ ചാൻസ് ഉണ്ടാവും. അത് പേടിച്ചിട്ടാണ് ഗവൺമെൻറ് പറഞ്ഞു നാഷണലൈസ് ചെയ്തോളൂ ബാങ്ക്സ്. അപ്പം ഒരു കോർഡിനേഷൻ അവിടെ ഉണ്ടാവുന്നു. അങ്ങനെ കോർഡിനേഷൻ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് കൂടുതലും ബാങ്കുകളിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത് 1969-ലാണ് ആദ്യം 14 ബാങ്ക്സ് ആണ് നാഷണലൈസ് ചെയ്തത്. എന്നാണ് 1969-ല് 14 ബാങ്ക്സ്, എത്ര ബാങ്ക്സ് ആണ്? 14 ബാങ്ക്സ് ആണ് നാഷണലൈസ് ചെയ്തത്. ഇപ്പം നമുക്ക് ഒരു 2025 നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 12 ബാങ്ക്സ് ആണ്. 2025-ല് 12 ബാങ്ക്സ് ആണ് നാഷണലൈസ്ഡ് ആയിട്ട് ഉള്ളത്. 2025 ഈ ഒരു ബാങ്ക്സ് ആണ് നാഷണലൈസ്ഡ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് എന്താ, നമ്മൾ നാഷണലൈസ് ചെയ്തു, ഇങ്ങനെ ഏകദേശം ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ സെയിം ആക്കണം എന്ന് പറഞ്ഞാലും അതിന് ചില ഫീച്ചേഴ്സ്, ദാറ്റ് മീൻസ് ചില ഫങ്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ നാഷണലൈസ് ചെയ്തതിൻ്റെ ഫങ്ഷൻ, ഒരു എയിം, ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈസ് ടു പ്രൊട്ടക്റ്റ് ആരെ? റൂറൽ പീപ്പിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം ഒരു ഫിനാൻഷ്യൽ ഫെസിലിറ്റീസ് അവിടെ റൂറൽ ഏരിയയിൽ ഈ ഫിനാൻഷ്യൽ ഫെസിലിറ്റീസ് വന്നെങ്കിൽ മാത്രമേ അവിടുത്തെ ഏരിയയിലെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്കൻഡാണ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ. എന്ത്? ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മണി. ഒരു മണിയുടെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഒരു ബാങ്കിൽ ഇത്ര റേറ്റിന് കൊടുക്കുന്നു, പ്രിൻസിപ്പൽ എമൗണ്ട് സെയിം ആണ്, എന്നാൽ മറ്റൊരു ബാങ്കിൽ സെയിം പ്രിൻസിപ്പൽ എമൗണ്ടിൽ വേറെ റേറ്റ് കൊടുക്കുക. അപ്പം ആ ഒരു സപ്ലൈ ഓഫ് മണി, ദാറ്റ് മീൻസ് സർക്കുലേഷൻ ഓഫ് മണി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇക്വിറ്റി അവിടെ ഉണ്ടാവത്തില്ല. ഇക്വിറ്റി ഉണ്ടാവാതിരിക്കുമ്പം ലോൺസ് കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഇക്വിറ്റി ഡിഫറെൻ്റ് ആകുമ്പം സപ്ലൈ ഓഫ് മണി ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു എക്കണോമിയിൽ ഒരു ഇംബാലൻസ് ഉണ്ടാവും. ആ ഇംബാലൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു നാഷണലൈസേഷൻ്റെ സെക്കൻഡ് എയിം എന്ന് പറയുന്നത്. തേർഡ് എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ്. എന്താണ് കോൺസെൻട്രേഷൻ ഓഫ്? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ഇരിക്കുമ്പോൾ അല്ലെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒന്ന്, അത് നഷ്ടമായാലും നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ടേ ഇരിക്കണം. എന്താണ്? വാട്ട് ഈസ് ദാറ്റ്? കോൺസെൻട്രേഷൻ ഓഫ് പവർ ഇൻ ഫ്യൂ ഹാൻഡ്സ് ഓർ ഫ്യൂ പീപ്പിൾ. അതായത് ഈ എക്കണോമിക് ആക്ടിവിറ്റി, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഇത് ഒരു വ്യക്തികളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ, ഫ്യൂ പീപ്പിളിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആവാതെ ഈക്വലി സ്പ്രെഡ് ആവാൻ വേണ്ടിയാണ്, അതിനെ തടയാൻ, ഫ്യൂ പീപ്പിൾ ഉണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ടി, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് കൊണ്ട് നമ്മൾ എയിം ചെയ്തത്. നാഷണലൈസേഷൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ എല്ലാ എയിംസും കംപ്ലീറ്റ്ലി ഫുൾഫിൽ ചെയ്യുന്നു എന്നത് നമുക്ക് ഒരു ട്രൂലി സാറ്റിസ്ഫൈഡ് അല്ല. എന്നിരുന്നാലും ഇത്തിരി ഗവൺമെൻറ് ആ ഫിനാൻഷ്യൽ സിസ്റ്റം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ്
കോപ്പറേറ്റീവ് ബാങ്ക് എന്നൊരു സിസ്റ്റം, ഒരു ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവന്നു. കോപ്പറേറ്റീവ് ബാങ്ക് സിസ്റ്റം അതിൻ്റെ പ്രധാന പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാന പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. പ്രിൻസിപ്പിൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് കോർഡിനേഷൻ. എന്താണ് കോർഡിനേഷൻ? ഒരു കോർഡിനേഷൻ വേണ്ടേ? അതായത് ആളുകളും ബാങ്കുകളും തമ്മിൽ ഒരു കോർഡിനേഷനോടുകൂടി പോകണം. എല്ലാവരും ആ ഒരു ബാങ്ക് സിസ്റ്റം മനസ്സിലാക്കി പോകണം. അങ്ങനെ വരുമ്പോഴാണ് എന്തുണ്ടാവുന്നു? സെൽഫ് കോപ്പറേറ്റീവ് ബാങ്കുകൾ എവിടെയാണ് വരുന്നത്? റൂറൽ ഏരിയാസിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. എന്തിന്? റൂറൽ ബാങ്കിങ് സിസ്റ്റം ഇത്തിരി ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടി. എന്താണ്? റൂറൽ ബാങ്കിങ് സിസ്റ്റം ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടി ആണ് കോപ്പറേറ്റീവ് ബാങ്ക് വന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോപ്പറേഷൻ. എന്താണ്? കോപ്പറേഷൻ ഉണ്ടാവുന്നു. സെക്കൻഡ് വൺ ഈസ് സെൽഫ് ഹെൽപ്പ്. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ്? സെൽഫ് ഹെൽപ്പ്. തേർഡ് ഈസ് മ്യൂച്വൽ അസിസ്റ്റൻസ്. എന്താണ്? മ്യൂച്വൽ അസിസ്റ്റൻസ് നൽകുന്നു. അപ്പൊ എന്തൊക്കെയാണ്? കോപ്പറേഷൻ, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ അസിസ്റ്റൻസ്. ഇതിനു വേണ്ടിയാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് വന്നത്. കേരള ലെവലിലുള്ള ഒരു കോപ്പറേറ്റീവ് ബാങ്കാണ്. കേരള ലെവലിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് മിസ് ഇത്തിരി കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരെയും നമുക്കൊന്ന് എഴുതാം. ഇതിങ്ങോട്ട് ഇരിക്കട്ടെ. അപ്പം എന്താണ്? കേരള ലെവലിൽ കേരള ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് 1915. അതിന് ഏകദേശം ഒരു 995 ബ്രാഞ്ചസോളം ഇന്ന് നമുക്കുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഒരു ഭാഗമായിട്ടാണ് കേരള ബാങ്ക്സ് കേരളത്തിൽ 1950 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫങ്ഷൻസ് നോക്കാം. നമ്മൾ നാഷണലൈസേഷൻ വന്നതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ എയിംസും നോക്കി. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഫങ്ഷൻ. ഫസ്റ്റ് ഈസ് cooperative banks are to inculcate the habit of saving among villages. വില്ലേജസുകളുടെ ഇടയിൽ ഒരു സേവിങ് ഹാബിറ്റ് അവർക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു ബാങ്കിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സെക്കൻഡ് ഫങ്ഷൻ ആണ് പ്രൊട്ടക്ട് ദ കോമൺ പീപ്പിൾ ഫ്രം പ്രൈവറ്റ് മണി ലെൻഡേഴ്സ്. നോട്ട് ദാറ്റ് പോയിന്റ്. നമ്മൾ കണ്ടതാണ് മണി ലെൻഡേഴ്സ് ഒരു ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലീഗലി ബൗണ്ടഡ് ആയ എഗ്രിമെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ, അല്ലെ RBI പറയുന്ന അല്ലെ കൊമേഴ്സ്യൽ ബാങ്കുകൾ പറയുന്ന റൂൾസോ റെഗുലേഷനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കോമൺ പീപ്പിളിനെ ഈ റൂറൽ ഏരിയാസിൽ മണി ലെൻഡേഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അവരെ ചൂഷണം ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിൽ നിന്ന് കോമൺ പീപ്പിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. തേർഡ് എയിം ആണ്, എന്താണ് തേർഡ് എയിം? ടു പ്രൊട്ടക്ട് to provide low-cost loans to farmers and small businessmen. റൂറൽ ഏരിയയിൽ എന്തായാലും സ്മോൾ ബിസിനസ്മാൻ ആയിരിക്കും. ലാർജ് ആയിട്ടുള്ളത് അങ്ങനെ വരാറില്ല, വരുന്നത് കുറവാണ്. കൂടുതലും 1-2 ഇൻഡിവിജ്വൽസ് ചേർന്നുള്ള ചെറിയ ബിസിനസ്സാണ്, അല്ലെ പരമ്പരാഗതമായി ചെയ്യുന്ന കുറേ തൊഴിലുള്ള വർക്കേഴ്സ് ആയിരിക്കും. അപ്പം ഫാമേഴ്സിനെയും സ്മോൾ ബിസിനസ്മാനെയും ലോ കോസ്റ്റ് ലോൺ നൽകി അവരുടെ വർക്കിംഗ് സിസ്റ്റത്തെ എൻഹാൻസ് ചെയ്യാൻ, പ്രൊമോട്ട് ചെയ്യാൻ. ചിലപ്പോൾ ഒരു ഫാർമറിനെ സംബന്ധിച്ച് ട്രാക്ടർ മതിയായിരിക്കും, അല്ലെ അവരുടെ ഒരു പെസ്റ്റിസൈഡ് വാങ്ങാൻ വേണ്ടിയായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് സ്മൂത്ത്ലി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അഥവാ അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ കോപ്പറേറ്റീവ് ബാങ്ക്സ് പോലെ തന്നെ നമ്മൾ പിന്നീട് കാണുന്ന ബാങ്ക്സ് ആണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ
നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, കുടുംബശ്രീ യൂണിറ്റ്സും അതിൻ്റെയൊക്കെ ഒരു ഇതായിട്ട് വരുവേ. അതിൻ്റെ പ്രധാനമായും ഫങ്ഷൻ എന്ന് പറയുന്നത് അഥവാ ഗോൾസ് എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അതായത് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് നമുക്ക് കിട്ടി എന്നറിയുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മാറും. നേരത്തെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു ഫാർമറിനെ സംബന്ധിച്ച് ചിലപ്പം ഒരു ഏക്കർ ഉണ്ടാവും, ചിലപ്പോൾ സ്വന്തമായിട്ട് തന്നെ ആയിരിക്കും ഉഴുന്നുകൊണ്ടിരുന്നത്. ആ ഒരു ഉഴിച്ചിൽ അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ആ ഹെൽത്ത് ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാൻ ചിലപ്പോൾ എന്നും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, കുറച്ച് എമൗണ്ട് വെച്ചിട്ട് ഒരു ട്രാക്ടർ വന്നു. അങ്ങനെ അദ്ദേഹത്തിന് ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കുറഞ്ഞെന്നിരിക്കും. അത് ചെളിയിലൊക്കെ വരുമ്പം ചെറിയ ഇൻസെക്ട്സ് ഒക്കെ ആ ഒരു ബൈറ്റിംഗ് ഒക്കെ ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാം. ഫുഡ് റിംഗ് വേം നമ്മൾ ഡിസീസ് കേട്ടിട്ടില്ല, അതേപോലെയുള്ള ആ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പം അങ്ങനെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു. സെക്കൻഡ് ഈസ് എംപവർമെന്റ് ഓഫ് വുമൺ ആൻഡ് മാർജിനലൈസ്ഡ്. അതെങ്ങനെയാണ് നമുക്ക് ഈ കുടുംബശ്രീ യൂണിറ്റുകളുടെ നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് കുറി വീണെന്നൊക്കെ നമ്മുടെ അമ്മമാർ ഒന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ട് അവർക്ക് കിട്ടുന്ന ചെറിയ എമൗണ്ട്, ചിലപ്പോൾ 10 രൂപയോ 100 രൂപയോ ഇങ്ങനെയുള്ള എമൗണ്ട് ടേബിളിൻ്റെ അടിയിലോ അലമാരിക്കുള്ളിലോ എന്താ അരിക്കലത്തിലോ ഒന്നും വെക്കാതെ ഈ കുടുംബശ്രീ യൂണിറ്റിലേക്ക് അവരൊരു എമൗണ്ട് ഇടും. അപ്പം അതിൻ്റെ ആവശ്യം ചിലപ്പം ലോൺ എടുക്കുക, അല്ലെങ്കിൽ ഇതെല്ലാവരുടെയും ഒരു 100 രൂപ ചേർന്ന് ഒരാൾക്ക് ഇത് കുറി വീഴുന്നു. കുറി നറുക്ക് വീഴാന്ന് പറയത്തില്ല, അത് തന്നെ സംഭവം. അങ്ങനെ വീഴുന്ന ഒരു ഇൻഡിവിജ്വൽ വല്ല ആ വുമണ് അഥവാ മാർജിനലൈസ്ഡ് പേഴ്സണിന് ഒരു എംപവർമെന്റ്, അതിനൊരു സന്തോഷം ഉണ്ടാകത്തില്ലേ? ഒരുമിച്ച് ഒരു ഇത്ര ഹ്യൂജ് എമൗണ്ട്, ചിലപ്പോൾ 10 പേരുടെ 100 രൂപയായിരിക്കും അന്ന് കുറി വീണപ്പോൾ കിട്ടിയത്. അപ്പം അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ആ ഒരു വ്യക്തിക്ക് മനസ്സുണ്ടാവും, സന്തോഷമുണ്ടാവും. ദാറ്റ് മീൻസ് ആ പേഴ്സൺ എംപവേർഡ് ആകുന്നു എന്നാണ്, എംപവേർഡ് ആകുന്നു. ആൻഡ് തേർഡ് ഗോൾ ഈസ് പോവർട്ടി അലീവേഷൻ. അങ്ങനെ ഈ കിട്ടുന്ന എമൗണ്ട് ചിലപ്പം അരി വാങ്ങാനായിരിക്കും, അല്ലെങ്കിൽ വേണ്ട നമ്മൾ ചിലപ്പം ഫെസ്റ്റിവലൊക്കെ വരുന്ന ടൈം ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് നമ്മൾ ഒരു ഫുഡ്, നമ്മൾ എക്സ്ട്രാ ഫുഡൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുക്ക് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. അപ്പം അങ്ങനെ ഒരു പോവർട്ടി അലീവേഷൻ നടത്താൻ സഹായിക്കുന്നു ഈ ഒരു ചെറിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടിലൂടെ. അതുകൊണ്ടാണ് പോവർട്ടി അലീവേഷനും ഇത് ഹെൽപ്ഫുൾ ആണ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ഫോർത്ത് ഈസ് പ്രൊമോഷൻ ഓഫ് എന്റർപ്രണർഷിപ്പ് വരുന്നു. അതായത് ഓരോ ആളുകളും, ചെറിയൊരു ഫാർമർ ആയിരുന്നു ഞാൻ ആദ്യം എന്ന് വിചാരിക്കാം. മീൻസ് ആദ്യം ഇങ്ങനെ ചെറിയ ഫാർമർഷിപ്പ് തുടങ്ങി, എൻ്റെ അണ്ടറിൽ ഞാൻ ഇങ്ങനെ ചെറിയൊരു ജോബ്, ഇനി കൃഷി മാത്രം പോരാ, കൃഷി സ്റ്റോർ ചെയ്ത് ഞാൻ തന്നെ പതുക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, വേറെ ആളെ വേണ്ട എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇത്തിരി ഹെൽത്തിയൊക്കെ പോവർട്ടിയൊക്കെ എല്ലാം മാറി ഹെൽത്തായി. അപ്പം ഞാൻ എന്ത് ചെയ്യും, നേരത്തെ ഞാൻ നെൽകൃഷി ആയിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കും കുറച്ച് വെജിറ്റബിൾസ് കൂടി ഒന്ന് ഇട്ട് നോക്കാം, അല്ലെ അരക്കനട്ടിൻ്റെ വല്ലതും നോക്കാം എന്നൊക്കെ വിചാരിക്കും. അപ്പം ഞാൻ എൻ്റെ എൻ്റർപ്രണർഷിപ്പ് ഇത്തിരി കൂടി എക്സ്പാൻഡ് ചെയ്യണം. അല്ലെ എൻ്റെ ഈ അരക്കനട്ട് ഫീൽഡ് കണ്ട്, അല്ലെ നെൽ ഫീൽഡ് കണ്ട്, പാടി ഫീൽഡ് കണ്ട് ആരെങ്കിലുമൊക്കെ വരും എൻ്റെ എൻ്റർപ്രണർഷിപ്പിലേക്ക്, അവരുടെ ഒരു സർവീസിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു എൻ്റർപ്രണർഷിപ്പ്, അത് ബിസിനസ് ആളുകളുടെ എണ്ണം കൂടുക, അവർക്കൊരു പ്രൊമോഷൻ നൽകുക. സ്മോൾ ബിസിനസ്മാൻ ആയിരിക്കും, ചിലപ്പോൾ അതൊരു ഇത്തിരി ഹൈ ലെവലിലേക്ക് എത്തുന്നു. അപ്പം അവരുടെ ലൈഫ് സ്റ്റൈലും ഇംപ്രൂവ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് ഈസ് എൻഷുറിങ് ജോബ് ക്രിയേഷൻ. നമുക്കറിയാം എപ്പോഴും ഒരു എൻ്റർപ്രണർഷിപ്പ് ബിസിനസ് ഫീൽഡ് എക്കണോമിക് ആക്ടിവിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ജോബ് ക്രിയേഷൻ. അത് നമ്മുടെ അടുത്തൊരു പുതിയ കട വരുന്നു, കട വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കടയിൽ നിൽക്കാൻ 1-2 സ്റ്റാഫിനെ അവർ റിക്രൂട്ട് ചെയ്യും, അല്ലെ കോളിംഗ് സെക്ഷന് വേണ്ടി 1-2 സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യും. അങ്ങനെ ജോബ് ക്രിയേഷൻ ആണ്. ഒരു ഫാർമിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ഗോപാലേട്ടൻ ഒരു പാടി ഫീൽഡുള്ള ആളായിരുന്നു. അപ്പോൾ ആള് ഇത്തിരി കൂടി പാടി ഫീൽഡ് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നു ഇത്തിരി വെജിറ്റബിൾ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം സ്വാഭാവികമായി അദ്ദേഹത്തിന് ചിലപ്പോൾ എല്ലാ ഫീൽഡും കൂടി മാനേജ് ചെയ്യാൻ പറ്റാതെ. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരാളെ നമുക്കറിയാവുന്ന, മോനെ നിനക്കറിയാമോ ഇങ്ങനെ കൃഷിയൊക്കെ ഞാൻ ഇത്തിരി കൂടി എക്സ്പാൻഡ് ചെയ്തു, അപ്പം മോൻ വരുന്നോ എന്ന് ചോദിക്കും. അപ്പം ഇങ്ങനെ ഓരോരുത്തരെയും റിക്രൂട്ട് ചെയ്യാം. അപ്പം എന്തുണ്ടാവും, അവിടെ ഒരു ജോബ് ക്രിയേഷൻ ഉണ്ടാകും. ഇതൊക്കെ എന്തുകൊണ്ടാണ്,
ഈ ചെറിയ ചെറിയ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്കുണ്ടായി, ഫിനാൻഷ്യൽ അവയർനെസ് ലിറ്ററേച്ചർ നമുക്കുണ്ടായി. ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനായി ആ ഫാർമറും ഇൻക്ലൂഡഡ് ആവുന്നു ആ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിലേക്ക്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഇമ്പ്രൂവ് ആവുന്നു. അതാണ് മൈക്രോ ഫിനാൻസിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പം എന്തൊക്കെയാണ്? 5 ലക്ഷ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഫസ്റ്റ് വൺ ഈസ് ഇംപ്രൂവ്മെന്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ്, എംപവർമെന്റ് ഓഫ് വുമൺ ആൻഡ് മാർജിനലൈസ്ഡ്, ആൻഡ് തേർഡ് ഈസ് പോവർട്ടി എലിവേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് എന്റർപ്രണർഷിപ്പ്, ആൻഡ് ഫൈനലി എൻഷുറിങ് ജോബ് ക്രിയേഷൻ. ഇനി നമ്മൾ മൈക്രോ ഫിനാൻസിൻ്റെ കാര്യം പറഞ്ഞു. മൈക്രോ ഫിനാൻസിൽ വലിയൊരു ഇത് കൊണ്ടുവന്ന ഒരു വിപ്ലവം സൃഷ്ടിയാണ് ഗ്രാമീൺ ബാങ്ക്. എന്താണ്? ഗ്രാമീൺ ബാങ്ക്. ഗ്രാമീൺ ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനൊരു ഇനിഷ്യേറ്റീവ് നൽകിയത് മുഹമ്മദ് യൂനസ് ആണ്. എന്താണ്? മുഹമ്മദ് യൂനസ്. അദ്ദേഹത്തിന് നേതൃത്വമാണ് ഈ ഗ്രാമീൺ ബാങ്ക്. അതിലാണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, ഞാൻ പറഞ്ഞില്ലേ കുടുംബശ്രീ പറഞ്ഞ പോലെ തന്നെ ഈ കുടുംബശ്രീ ഗ്രൂപ്പുകളൊക്കെ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളൊക്കെ ഇത്തിരി കൂടി എൻഹാൻസ്ഡ് അവരെ ഒരു പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിച്ചത് ഏത് വഴിയാണ്? ഈ ഗ്രാമീൺ ബാങ്ക് സിസ്റ്റം വഴിയാണ്. ഇനി നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക് എന്താണെന്ന് നോക്കി, ഗ്രാമീൺ ബാങ്കുകളെ പറ്റി നോക്കി. ഇനി നമ്മൾ പറയുന്നു നമ്മൾ ഇത്തിരി കൂടി നമ്മുടെ സിസ്റ്റമൊക്കെ ഡെവലപ്പായി കഴിഞ്ഞു. അപ്പം നമ്മൾ കറക്റ്റ് ബാങ്കിൽ പോയി ആ ഒരു ഫെസിലിറ്റി ചിലപ്പം അറ്റൈൻ ചെയ്യുന്നവർ ആവണം ഇല്ല. അപ്പം ബാങ്കിലേക്ക് അഥവാ പ്യുവർലി ഈ ചെറിയ ചെറിയ മൈക്രോ ഫിനാൻസ് ബാങ്കുകൾ മാത്രമല്ല, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇത്തിരി കൂടി എളുപ്പമാക്കാൻ, അല്ലെ ഇത്തിരി കൂടി ആളുകൾ ഫാമേഴ്സ് കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി 2014 ഗവൺമെന്റ് പ്രധാൻമന്ത്രി ജൻധൻ യോജന ഇൻട്രൊഡ്യൂസ് ചെയ്തു. PM ജൻധൻ യോജന എന്താണെന്ന് മിസ് പറഞ്ഞുതരാം. അതിൽ പറയുന്നത് പ്രധാൻമന്ത്രി ജൻധൻ യോജന ഒരു അക്കൗണ്ടാണ്. എന്താണ്? ജൻധൻ അക്കൗണ്ട്. ഏത് അക്കൗണ്ടാണ്? ജൻധൻ അക്കൗണ്ട്. ഈ ഒരു അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈസ് സീറോ ബാലൻസ്. എന്താണ്? സീറോ ബാലൻസിലാണ്. നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ബാങ്ക് എടുക്കുകയാണെങ്കിൽ, സപ്പോസ് SBI എടുക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ബാങ്കിന് നമുക്കറിയാം മിനിമം ബാലൻസ് ഇത്ര എമൗണ്ട് ഉണ്ടാവും. അല്ല വേറൊരു പ്രൈവറ്റ് ബാങ്ക്, പ്യൂർലി പ്രൈവറ്റ് ബാങ്ക് അല്ലെങ്കിൽ ന്യൂജൻ ബാങ്ക് എടുക്കുന്നു. ആ ബാങ്കുകളും പറയുന്നുണ്ട് നിങ്ങൾ ഇത്ര ശതമാനം മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം. മേ ബി 1000 or 500 ഇങ്ങനൊരു എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ട് 500 വരെ നമുക്ക് മിനിമം അവിടെ വെച്ചേക്കണം, കീപ്പ് ചെയ്തേക്കണം. അപ്പം ഒരു ഫാർമർ അഥവാ ഒരു സ്മോൾ ബിസിനസ് ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റം ആണെന്ന് വിചാരിച്ചു. ജാഗറി എടുക്കുന്ന ഒരു സ്മോൾ ബിസിനസ്മാനാണ്, ഫാർമർ തന്നെ ആയിക്കോട്ടെ. അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ച് മിനിമം ബാലൻസ് ഒരു 1000 ആക്കണം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒരു മന്ത്ലി ഇൻകമോ അല്ലെ സാലറി ഇത്രയാണ് ഇയർലി വരുന്നത് എന്ന് അദ്ദേഹത്തിന് ഫിക്സഡ് ആയി. അപ്പോൾ ഒരു ഫാർമറിനെ സംബന്ധിച്ച് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുക. കാരണം അദ്ദേഹത്തിന് മിസ് പറഞ്ഞു ഒരു മന്ത്ലി സാലറി ഇത്രമാത്രം ഫിക്സഡ് ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. കാരണം ഇന്നിപ്പം നമ്മൾ കൃഷി ഇറക്കുന്നു, അതിൻ്റെ കൃഷി ഇറക്കി കഴിയുമ്പോൾ മഴ പെട്ടെന്ന് പെയ്തു എന്ന് വിചാരിക്കുക. അപ്പം എന്ത് ചെയ്യും? റെയിൻഫാൾ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൃഷി നശിച്ചു വന്നിരിക്കും. അപ്പോൾ ഹാർവെസ്റ്റിൻ്റെ ഡേറ്റ് മാറി നിൽക്കും. അപ്പോൾ ഹാർവെസ്റ്റ് മാറിക്കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ് ചേഞ്ച് ചെയ്താൽ മാർക്കറ്റിൽ സെല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫാർമറിനെ സംബന്ധിച്ച് എമൗണ്ട് അഥവാ സാലറി, അദ്ദേഹത്തിൻ്റെ ഇൻകം ഫിക്സഡ് അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഫിക്സഡ് ബാലൻസ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അദ്ദേഹത്തിന് നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് ഇൻവോൾവ് ചെയ്യുകയും വേണം. അപ്പോൾ എങ്ങനെ ചെയ്യണം? അപ്പോൾ ഗവൺമെന്റ് തോന്നി ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഈ ഫാർമേഴ്സിന് വേണ്ടി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെയാണ് പ്രധാൻമന്ത്രി ജൻധൻ യോജന വന്നത്. അത് 2014 August 18
ഓഗസ്റ്റ് 1-2 നമുക്കറിയാം, അത് വേറെ വിഷയം, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇത് ഓഗസ്റ്റ് 8. നമ്മൾ നവംബർ 8 ഒരു കഥ പറഞ്ഞു. അത് മിസ്സിന്റെ കഴിഞ്ഞ വീഡിയോയിൽ നോക്കുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നവംബർ 8 ഫീച്ചർ എന്താണെന്ന് അറിയാൻ പറ്റും. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഇന്നത്തെ 8 ഏതാണ്? ഓഗസ്റ്റ് 8. ഓഗസ്റ്റ് 1-2 അല്ല, പകരം 8. അപ്പം ഓഗസ്റ്റ് 8 2014 എന്ത് വന്നു? ജൻധൻ അക്കൗണ്ട് വന്നു. അതിലെ ഫസ്റ്റ് ഫീച്ചറാണ് 0 ബാലൻസ് മതി, മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണ്ട. 0 ബാലൻസ്. നെക്സ്റ്റ് ഈസ് ലോ ഇൻകം ആളുകൾക്ക് വേണ്ടിയാണ് ഇത് വന്നിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ്? ലോ ഇൻകം പീപ്പിളിന് വേണ്ടി, എസ്പെഷ്യലി ഫാമേഴ്സിന് വേണ്ടിയാണ് ഇത് വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് അവരെപ്പോഴെങ്കിലും ഡെബിറ്റ് ചെയ്യോ ക്രെഡിറ്റ് ചെയ്യോ അങ്ങനേതായ വലിയ അപ്പം അവർക്ക് ആ ഒരു എമൗണ്ട് ഗവൺമെൻറ്റിന് ഇപ്പം നമുക്കറിയാം സബ്സിഡീസ് ഒക്കെ ഗവൺമെൻറ് ഫെർട്ടിലൈസർ ആയാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു സബ്സിഡി നൽകുക. ചിലപ്പോൾ ഈ എമൗണ്ടായിട്ടായിരിക്കും സബ്സിഡി നൽകുക. അത് ഇവരുടെ ഈ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ. അപ്പം ബാങ്കിലേക്ക് എന്ത് ചെയ്യും? ഈ ഫാമേഴ്സ്, ലോ ഇൻകം പീപ്പിൾ അങ്ങോട്ട് ചെല്ലും, അപ്രോച്ച് ചെയ്യും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരെന്താണ് ബാങ്കുകാരോട് ചോദിക്കും, ഇതെങ്ങനെയാണ് ഫെസിലിറ്റി, ഇങ്ങനെ വരുമോ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അവർ ഈ ഫിനാൻഷ്യൽ സിസ്റ്റം ഓഫ് ഇന്ത്യ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയുന്നു, അവരും ഇൻവോൾവ് ആവുന്നു. ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അവിടെ സംഭവിക്കുന്നു. അങ്ങനെ ഓരോ ആളുകളും ലോ ഇൻകം ഓർ മാർജിനലൈസ്ഡ് പീപ്പിൾ ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അഥവാ ഫിനാൻഷ്യൽ ലിറ്ററേച്ചർ ഉള്ളവരാവുന്നു. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന പദ്ധതിയിൽ അതിലും അവരൊരു പങ്കാളികളാവുന്നു. അങ്ങനെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന നമ്മുടെ ലക്ഷ്യം പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു പൂർണ്ണതയുണ്ട് ഫാമേഴ്സിനിടയിൽ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊക്കെ പൊതുവെ എന്താ ചെയ്യുന്നത്? നമ്മളൊക്കെ എപ്പോഴും ബാങ്കിൽ ചെന്ന് ക്യാഷ് എടുത്ത് അല്ലെ ക്യാഷ് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുവാണെങ്കിൽ നമ്മൾ ഉടനെ ബാങ്കിൽ ചെന്നിട്ട് ബാങ്കുകാരുടെ അടുത്ത് പറയുന്നു, എനിക്കൊരു 100 രൂപ വേണം, നിങ്ങളിങ്ങനെ എനിക്ക് ആ സാധനം വാങ്ങാനാണ് എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫോണിൽ നമ്മൾ ഗൂഗിൾ പേ ഓണാക്കും, അല്ലെ പേടിഎം ഓണാക്കിയിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങുന്നു. അതാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ. എന്താണ്? നമ്മൾ ഇത്തിരി കൂടി അഡ്വാൻസ് ആവുകയാണ്. അപ്പം എന്ത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നമ്മൾ ഇത്തിരി കൂടി ഒരു അഡ്വാൻസ്മെന്റിലേക്ക് എത്തി. അതാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ദാറ്റ് മീൻസ് ഇ വാലറ്റ് സിസ്റ്റം എന്ന് പറയുന്നു. എന്താണ് ഇ വാലറ്റ് സിസ്റ്റം? ഇ വാലറ്റ് സിസ്റ്റം വരുമ്പോഴത്തേക്കിന് നമുക്കറിയാം, നമ്മൾ ആമസോണിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, നമുക്കറിയാം ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ ചിലപ്പോൾ നമ്മൾ അല്ലാതെ തന്നെ ഗൂഗിൾ പേ ചെയ്യാറുണ്ട്. ഇനി ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞാലും നമ്മൾ ചിലപ്പോൾ ഡയറക്റ്റ്ലി ആ വ്യക്തിക്ക് ക്യാഷ് കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന സ്ഥലമായിരിക്കത്തില്ല നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗൂഗിൾ പേ വഴിയോ പേടിഎം വഴിയോ ആമസോൺ പേ വഴിയോ എന്തെങ്കിലും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയായിരിക്കും നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പം അതൊരു ക്യാഷ്ലെസ് സിസ്റ്റം ആവുന്നു. എന്താണ്? ക്യാഷ്ലെസ് ഓർ പേപ്പർലെസ് ട്രാൻസാക്ഷൻ. എന്താണ്? ക്യാഷ്ലെസ് ഓർ പേപ്പർലെസ് ട്രാൻസാക്ഷനിലേക്ക് മാറും. അങ്ങനെ നമുക്ക് കൂടുതൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നമ്മൾ കൂടുതൽ ലിറ്ററേച്ചർഡ് ആവുന്നു. ആ ഒരു ഫിനാൻഷ്യൽ ഫീൽഡിലുള്ള നോളജ് നമ്മുടെ വർദ്ധിക്കുന്നു, നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ. അപ്പം നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം മിസ് കഴിഞ്ഞ വീഡിയോ ആയിട്ട് മിസ് പറയുന്നുണ്ട് മണി വരുന്നുണ്ട് എക്കണോമിയിൽ, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ. മിസ്സിൻ്റെ ആ വീഡിയോസ് തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കണം. അപ്പം ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ ഒന്നുകൂടി മിസ്സിൻ്റെ വീഡിയോസ്, പഴയ വീഡിയോസ് ഒന്നുകൂടി കേട്ടു നോക്കൂ. ഇങ്ങനെ ഈ ഒരു സെക്ഷനോട്, ഈ ഫിനാൻഷ്യൽ ഡിജിറ്റൽ ട്രാൻസാക്ഷനോട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ, ഈ 3 സെക്ഷൻ പഴയ വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾ പോയി കാണുക, റിപ്പീറ്റ് അടിച്ച് കാണുക. ഡൗട്ട്സ് അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആവും. മിസ് സിമ്പിളായിട്ട് തന്നെയാണ് പറഞ്ഞത്, ഒന്നുകൂടി ശ്രദ്ധിക്കുക, എല്ലാം കേൾക്കുക. ഈ ഒരു 3 സെക്ഷനോടെ ഈ ചാപ്റ്റർ ഇവിടെ തീരുന്നുണ്ട്. അപ്പം ബാക്കി വീഡിയോസ് എല്ലാവരും ശ്രദ്ധിക്കുക. ഗുഡ് ബൈ.